പിക്ചേഴ്സ് Q7 പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. കണ്ണൂർ സർവകലാശാല അവസാന വർഷ ബിരുദാനന്തര പരീക്ഷകൾ ജൂൺ ആദ്യവാരം എന്നൊരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അതായത് ഡിഗ്രി 3 വർഷ വിദ്യാർത്ഥികളുടെയും അത് കഴിഞ്ഞിട്ടുള്ള PG ആയിട്ടുള്ള 2 വർഷ വിദ്യാർത്ഥികളുടെയും അവസാന വർഷ പരീക്ഷകൾ ഇതുവരെ നടന്നിട്ടില്ല. ഇനി നടക്കാനിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറയുന്നത് ജൂൺ മാസം ആദ്യ വാരം പരീക്ഷ ഓഫ്ലൈനായി നടത്തുമെന്നാണ്. എനിക്കൊരിക്കലും തോന്നുന്നില്ല പരീക്ഷകൾ ഓഫ്ലൈനായി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ SLC എക്സാം നടക്കുമ്പോൾ തന്നെ കോവിഡ് കേസുകൾ 3000 4000 ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്ന ഈ സമയത്ത് 30,000 40,000 കോവിഡ് കേസുകളാണ്. വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. ഓഫ്ലൈനാക്കി നടക്കുക, ജൂൺ മാസം നടത്തുമെന്ന് പറയുമ്പോഴും അത് ലോക്ക്ഡൗൺ നീട്ടുകയാണെങ്കിൽ ആ എക്സാം വീണ്ടും വൈകും. അങ്ങനെ വൈകുകയാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന 3 വർഷം പഠിക്കുന്ന അവസാന വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഇനി അങ്ങോട്ട് PG എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ PG ആപ്ലിക്കേഷൻ അഡ്മിഷൻ എടുക്കേണ്ട സമയം നഷ്ടപ്പെടുകയാണ്. പല കോളേജുകളുടെയും അഡ്മിഷൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെയാണ് ഞാൻ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഏകദേശം 140 പരം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതിൽ ഏകദേശം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. അതിൽ കൂടിയ പക്ഷവും ഈ അവസാന വർഷ എക്സാമുകൾ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഓഫ്ലൈനായിട്ട് ഈ സാഹചര്യത്തിൽ എക്സാം നടക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും കോവിഡ് ഉള്ള ആളുകൾ എക്സാമിൽ വരികയോ അല്ലെങ്കിൽ എക്സാമിൽ വന്ന ആൾക്ക് കോവിഡ് ഉണ്ട് എന്ന് പിന്നെ സ്ഥിരീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കണ്ണൂർ പോലുള്ള പ്രദേശങ്ങൾ, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോളേജസ് വരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ കേസസ് വളരെ കൂടാനും പ്രത്യേകിച്ച് വാക്സിൻ ക്ഷാമമായ ഈ സമയത്ത് വളരെ അധികം ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് തന്നെ നമ്മൾ പോകും. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഉപാധി എന്ന് പറയുന്നത് ഓഫ്ലൈൻ എക്സാം ആലോചിക്കാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൺലൈൻ എക്സാമിലേക്ക് നീങ്ങണം. ഇത് പറയുന്നത് വെറുതെ ഒരു വാക്കിന് പുറത്ത് പറയുന്നതല്ല. കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി KTU പോലുള്ള APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി എന്നും പറയും. ഇതുപോലുള്ള യൂണിവേഴ്സിറ്റീസ് അടക്കം ജൂൺ മാസം അവസാനം ഓൺലൈൻ എക്സാമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഓൺലൈൻ എക്സാം നടത്തിക്കൂടാ? ഓൺലൈൻ എക്സാം നടത്തുകയാണെങ്കിൽ നമുക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഈ ഡിസ്റ്റൻസ് ഒക്കെ പാലിച്ച് കോളേജ് വന്നിട്ട് ഓഫ്ലൈൻ എക്സാം നടക്കുന്ന കാര്യമൊന്നുമല്ല ഒരിക്കലും. എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഓൺലൈൻ എക്സാം നടത്തിയാൽ ജൂൺ ആദ്യ മാസം നടത്തി കഴിഞ്ഞാൽ ജൂൺ മാസം അവസാനം ആകുമ്പോഴേക്കും റിസൾട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ കാത്തിരിക്കുന്ന ഡിഗ്രിയും അതുപോലെ PGയും കഴിഞ്ഞ് അത് ഉപരിപഠനത്തിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണമായിരിക്കും. നിങ്ങളും ഒരു വിദ്യാർത്ഥി ആയിരിക്കാം. നിങ്ങൾ ഈ കാണുന്നവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്തം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. എൻ്റെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിൽ കോവിഡ് പരമായ ഒരു കാര്യങ്ങളും നമ്മൾ പടരാതിരിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെയും കൂടിയാണ്. ഒരിക്കലും എക്സാം മാറ്റിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഈ എക്സാം ഓൺലൈനിലേക്ക് മാറ്റുന്നത് കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് എന്ത് നഷ്ടമാണ് സംഭവിക്കാനുള്ളത്? ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിദ്യാർത്ഥികളോടുള്ള കൂറ് കൂടുതലായി പുലർത്തുകയാണ്. ഓൺലൈൻ വഴി നടത്താൻ പറ്റുകയില്ല എന്ന് പല യൂണിവേഴ്സിറ്റികളും തെളിയിച്ചു കഴിഞ്ഞു. വലിയ സംഭവമൊന്നുമില്ല, ഓൺലൈൻ എക്സാം നടത്താം എന്ന് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെക്കേണ്ട ആശയം ഓൺലൈൻ എക്സാം ആണെന്നാണ് എന്നെപ്പോലുള്ള ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെ അഭിപ്രായം. ജൂൺ ആദ്യ വാരം തന്നെ എക്സാം നടത്താൻ യൂണിവേഴ്സിറ്റിക്ക് പറ്റും. പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ സാറിനോട് പറയാനുള്ളത്, പ്ലീസ് സാർ, ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ഒരു എക്സാം കഴിഞ്ഞാൽ തീർന്നു. ഈ അവസാന വർഷമെങ്കിലും ഓൺലൈനായിട്ട് എക്സാം നടത്തുകയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ രക്ഷപ്പെടും. കോവിഡിന്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇത് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള സാധ്യതയിലും അവർ രക്ഷപ്പെടും. ഇന്ത്യയിലും വിദേശത്തുമായി ഒരുപാട് ആളുകൾ പഠിക്കാൻ പോകാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും ഓൾറെഡി ഓൺലൈൻ എക്സാം നടത്തി കഴിഞ്ഞു. അവർ സർട്ടിഫിക്കറ്റ് വരെ കിട്ടേണ്ട വക്കിലെ റിസൾട്ടും കാര്യമൊക്കെ വന്നു. അവരുടെ മുമ്പിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഓൺലൈൻ വഴി എക്സാം നടത്തുമ്പോൾ
ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്കാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണമുണ്ടാവാനാണല്ലോ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനാണല്ലോ. വിദ്യാർത്ഥികളുടെ ആവശ്യം എന്ന് പറയുന്നത് ഓൺലൈനായി എക്സാം കണ്ടക്ട് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സാർ, ഞങ്ങൾക്ക് ഓൺലൈൻ എക്സാം മതി. ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഓൺലൈൻ എക്സാമാണ് ഏറ്റവും അഫോർഡബിൾ. കോവിഡ് സിറ്റുവേഷനിൽ ഞങ്ങളെക്കാളും നിങ്ങൾക്ക് തീരുമാനം അറിയാം സാർ. അതുകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ബൈ.